റാപ്പർ വേടനിൽ നിന്നും പിടിച്ചെടുത്ത പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ വനംവകുപ്പ്. പുലിപ്പല്ലിൽ വെള്ളി കെട്ടിച്ച തൃശൂർ വിയ്യൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എന്നാൽ വേടന്റെ പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പടിയുമായി ബന്ധപ്പെടാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. കേസിൽ വേടന്റെ അടുത്ത സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കാനും വേടന്റെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളും പരിശോധിക്കാനുമാണ് തീരുമാനം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നമുക്കറിയാം ഇന്നലെ രാത്രി മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചകളാകുന്ന ഒരു കേസ് കൂടിയാണിത്. കാരണം ഒരു വശത്ത് ഒരു പുലിപ്പല്ല് പിടിച്ചു വന്നതിൻ്റെ പേരിൽ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്യുന്നു, നടപടി സ്വീകരിക്കുന്നു, പിന്നീട് തെളിവെടുപ്പ്, അങ്ങനെയുള്ള കോലാഹലങ്ങളൊക്കെ ഒരു വശത്ത് സംഭവിക്കുമ്പോൾ മറുവശത്ത് പല രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ താരങ്ങളുമൊക്കെ ഈ പുലിപ്പല്ല് അവരുടെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്, യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ വിഷയമൊക്കെ ഉയർത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വേടന് അനുകൂലമായ ഒരു ചർച്ചകൾ നടക്കുകയാണ്. അതേസമയം തന്നെ വനംവകുപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ? ഇന്ന് തന്നെ വേടനെ കോടതിയിൽ ഹാജരാക്കുമോ? ടോം, ഇന്ന് രാവിലെ കോടനാട് നിന്നും തൃശ്ശൂര് ജ്വല്ലറിയിലാണ്, സരസ എന്ന് പറഞ്ഞ വിയ്യൂരുള്ള ജ്വല്ലറിയിലാണ് ഈ വേടനുമായി തെളിവെടുപ്പ് നടത്തിയത്. ഈ തെളിവെടുപ്പ്, അതായത് പുലിപ്പല്ല് അവിടെയാണ് രാഗി ലോക്കറ്റാക്കി എന്ന് പറയപ്പെടുന്നത്. അവിടെ തെളിവെടുപ്പ് നടത്തിയ ശേഷം തിരിച്ച് കോടനാടേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. വൈകുന്നേരം 5 മണി വരെയാണ് ഫോറസ്റ്റിന് വേടനെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത്. വൈകുന്നേരം 5 മണിയാണ്. 5 മണിക്കോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരുമ്പാവൂർ 4 നമ്പർ കോടതിയിലാണ് വേടനെ ഹാജരാക്കുക. എന്തായാലും ഈ കഞ്ചാവ് കേസിൽ വേടനും സുഹൃത്തുക്കൾക്കും ശേഷം ജാമ്യം ലഭിച്ചതോടെയാണ് ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഫോറസ്റ്റ് അധികൃതർ വേടനെ ഏറ്റുവാങ്ങുകയും മൃഗവേട്ട ഉൾപ്പെടെയുള്ള മൃഗവേട്ട, അതുപോലെ മൃഗത്തിന്റെ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ചുമത്തിയിട്ടാണ് വനംവകുപ്പ് കേസെടുത്തിട്ടുള്ളത്. ഈ കേസ് ജാമ്യമില്ലാത്ത വകുപ്പുമാണ്. അതുപോലെ 3 മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസുമാണ്. ഈ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ, അതായത് ഈ വേടന് ലോക്കറ്റ് നൽകി എന്ന് പറയുന്ന, പുലിപ്പല്ല് നൽകി എന്ന് പറയുന്ന ആള്, രഞ്ജിത്ത് കുമ്പടി എന്ന് പറയുന്ന ആൾ ശ്രീലങ്കൻ വംശജനാണ്. അയാൾ ചെന്നൈയിലുള്ള ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് വേടന് ഈ ലോക്കറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ അയാളെ നേരിട്ടറിയില്ല, ഇൻസ്റ്റഗ്രാമിൽ മാത്രമേ അയാളെ പരിചയമുള്ളൂ എന്ന് വേടൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേടന്റെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളിലൂടെ അയാളെ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിലാണ് ഫോറസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വേടന്റെ സോഷ്യൽ മീഡിയ ചാറ്റുകളും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ രഞ്ജിത്ത് കുമ്പടി എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസോ അതല്ലെങ്കിൽ ആളെ കിട്ടുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ വേടനെ നേരെയുള്ള വകുപ്പ് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത് കൈവയ്ക്കൽ മാത്രമാണ്, അത് കയ്യിൽ സൂക്ഷിക്കൽ മാത്രം എന്നുള്ള വകുപ്പാണോ വരിക. അപ്പോൾ അത് സമ്മാനിച്ച ആൾ, അയാൾക്കത് വിടുന്നു കിട്ടിയെന്നുള്ള തരത്തിലേക്ക് അന്വേഷണം വഴി മാറാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും രഞ്ജിത്ത് കുമ്പടിക്ക് വേണ്ടിയിട്ട് അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അത് അയാളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അയാൾ മലേഷ്യൻ പൗരത്വം സ്വീകരിച്ചതാണ്, ദീർഘനാളായി പക്ഷേ UK-യിലാണ് താമസം എന്നുള്ള വിവരങ്ങളാണ് മനസ്സിലാക്കി വരുന്നത്. ശ്രീലങ്കൻ പൗരനാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മാത്രമേ പോലീസിന് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇയാളെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും കോണ്ടാക്റ്റിൽ, വേടനുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും കോണ്ടാക്റ്റിൽ രഞ്ജിത്ത് കുമ്പടിയുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കണക്ഷനോ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വേടന്റെ അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് വ്യക്തത വരുന്നത്. ടോം, തീർച്ചയായും ആജ്ഞ, ഇന്ന് വേടന്റെ പുതിയ പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വേടനും പ്രതികരിച്ചത് ഇനിയും കൂടുതൽ പാട്ടുകൾ പുറത്തു വരും, വേടന്റെ ഓരോ പാട്ടുകളും മൂർച്ചയുള്ളതാണ്, വലിയ രീതിയിൽ തീ പടർത്തുന്നതാണ്, വലിയ രീതിയിൽ രാഷ്ട്രീയവും വിമർശനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന പാട്ടുകൾ. ഒരുപക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസ്, നടപടികൾ, ഇങ്ങനെ വേട്ടയാടൽ, ഇതൊക്കെ വീണ്ടും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തായിരിക്കാം ഈ ഒരു വളരെ ഇപ്പോൾ ഈ തെളിവെടുപ്പിലൊക്കെ വളരെ സർവ്വസാധാരണമായിട്ടാണ് വേടന്റെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ കേസിൻ്റെ ഒരു അടുത്ത നടപടി എന്തായിരിക്കും? ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇനി എന്നാണ് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക? മോണോലോവ എന്ന പേരിലുള്ള ആൽബമാണ് ഇന്ന് ഹിറ്റായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ
ഓക്കെ, ആജ്ഞ തുടരാം. ഞാൻ ഉദ്ദേശിച്ചത് ഈ എന്നാണ്, കാരണം ഈ കേസിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണ് വേടനുള്ളത്. ഇനി ജാമ്യാപേക്ഷ എന്നായിരിക്കും വേടന്റെ കോടതി ഇനി പരിഗണിക്കുക? ഇപ്പം 2-ാം തീയതി, അതായത് മറ്റന്നാളാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നാളെ കോടതി അവധി ആയതുകൊണ്ടാണ്, മെയ് ദിനമായതുകൊണ്ട് കോടതി അവധി ആയതുകൊണ്ടാണ് 2-ാം തീയതിക്ക് പരിഗണിക്കാൻ മാറ്റിയിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി 5 മണിയോട് കൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ്. അതായത് 5 മണിയോട് കൂടി വനംവകുപ്പിന് നൽകിയിരിക്കുന്ന കാലാവധി, കസ്റ്റഡി കാലാവധി അവസാനിക്കും. അതോടെ 5 മണിയോട് കൂടി കോടതിയിൽ പെരുമ്പാവൂർ കോടതി നമ്പർ 4-ൽ വേടനെ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ ജാമ്യാപേക്ഷ മറ്റന്നാളാണ് പരിഗണിക്കുക. അതുവരെയുള്ള സമയത്ത് ഒരു പക്ഷേ കസ്റ്റഡിയിൽ, വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വേടനെ തുടരാമെന്നോ അതല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോകണമെന്നോ കോടതിക്ക് തീരുമാനിക്കുക. അത് കോടതിയെ ഹാജരാക്കിയ ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് കടത്തുള്ളൂ. അല്ലെങ്കിൽ റിമാൻഡ് കസ്റ്റഡി കാലാവധി തുടരുകയാണോ അതോ വേടനെ റിമാൻഡിലേക്ക് വിടുകയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. മറ്റന്നാൾ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതിക്ക് കാര്യം ബോധ്യപ്പെടുത്താൻ വേടന് കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കും. അതല്ലെങ്കിൽ മിനിമം റിമാൻഡ് കാലാവധി തുടർന്നുള്ള അങ്ങോട്ടുള്ള, അതായത് ഫോറസ്റ്റ് അധികൃതർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം തുടർന്നുള്ള നടപടികൾ ഉണ്ടാകാം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് വേടന്റെ പുതിയ പാട്ട് റിലീസായിട്ടുണ്ട്. മോണോലോവ എന്ന പേരിലുള്ള ആൽബമാണ്. അത് തന്റെ ആദ്യത്തെ പ്രേമപാട്ട് എന്ന് തന്നെയാണ് വേടൻ വിളിക്കുന്നത്. വേടൻ പല വേദികളിലും പാടിയിട്ടുള്ളത്, പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും പല വേദികളിലും പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെയാണ്. നമ്മൾ മാധ്യമപ്രവർത്തകരോട് തന്നെ പാട്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടോ, വരികൾ ഇഷ്ടപ്പെട്ടോ, നല്ല നല്ല പാട്ടുകൾ വരും, കാത്തിരിക്കുക എന്ന് തന്നെയാണ് വേടൻ ഇന്ന് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. വേടന്റെ മൂർച്ചയുള്ള വരികളെ പിന്തുണച്ച് തന്നെ നിരവധി സോഷ്യൽ മീഡിയ കമന്റുകൾ. കാരണം ഇത്തരത്തിലുള്ള 5 ഗ്രാം കഞ്ചാവിൽ അളക്കേണ്ടതല്ല അവനെന്ന് പറയുന്ന കമന്റ് ഉൾപ്പെടെ PL ലാലിയുടെ, സാമൂഹ്യ പ്രവർത്തക PL ലാലിയുടെ കമന്റ് ഉൾപ്പെടെ ഷഹബാസ് അമൻ വരെ വേടനെ പിന്തുണച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുന്നു. അതുപോലെ തന്നെ ആരാധകർ തന്നെ ഈ മോഹൻലാലിന്റെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതായത് മോഹൻലാലിന്റെ കേസിൽ കാണിച്ച സംയമനവും അല്ലെങ്കിൽ എടുത്തുള്ള പെരുമാറ്റവും ഒന്നും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇത്ര തിടുക്കമായിരുന്നു വേടന്റെ കാര്യത്തിൽ കാണിച്ചത്. അതും 6 ഗ്രാം കഞ്ചാവ് കേസിൽ ആദ്യം കൊടുക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അത് സ്റ്റേഷൻ ജാമ്യമാണ് എന്ന് വരുന്ന സാഹചര്യത്തിൽ പുലിപ്പല്ലിലേക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. ഇതിൽ ആസൂത്രിതമായ ഒരു കാര്യമില്ല എന്നുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. എന്നിരുന്നാൽ പോലും വേടനെ പോലെ ഇത്ര അധികം ആരാധകരുള്ള, അതല്ലെങ്കിൽ നടക്കുന്നത് വേടന് അനുകൂലമായും വേടനെ എതിർത്തുകൊണ്ടും ചർച്ചകൾ വളരെ സജീവമാണ്.